ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേരിൽ നമ്മൾ സ്വയം അഭിമാനിക്കുകയാണ്. എന്നാൽ അതിന് കളങ്കം ചാർത്തുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാടുണ്ടായ ആൾക്കൂട്ട കൊലപാതകം. ഛത്തീസ്ഗഡിൽ നിന്നും തൊഴിൽ തേടിയാണ് രാംനാരായൺ ബഘേൽ കേരളത്തിലെത്തിയത്. കിൻഫ്ര പാർക്കിൽ കേവലം ഒരു സാധാരണ തൊഴിലാളിയായി എത്തി ഒരാഴ്ച സമയം കൊണ്ട് അവിടെയെല്ലാം പരിചിതമായി വന്നതേയുള്ളായിരുന്നു. അതിനിടയിലാണ് ഈ ആളുകളുടെ പിടിയിൽ, ഈ കൊലപാതക സംഘത്തിൻ്റെ കയ്യിൽ രാംനാരായൺ എത്തപ്പെടുന്നത്. രാംനാരായണനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. ഒരു കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ മനുഷ്യൻ വലിയ തരത്തിൽ വിചാരണ നടത്തി. ആ വിചാരണയ്ക്ക് പിന്നിലൊരു ചരിത്രമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റൊരു രാജ്യത്ത് നടന്ന വലിയ തരത്തിലുള്ള സംഭവങ്ങൾ, അവിടെ നടക്കുന്ന അക്രമങ്ങൾ, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, ഇതിനോടൊക്കെ ഉപമിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ചോദ്യം ചെയ്യാനും തല്ലിക്കൊല്ലാനും ഇവിടെ ആരധികാരം നൽകിയിരിക്കുന്നു? ഒരു വലിയ സംഘം ആളുകൾ ഒരു നിരപരാധിയായ മനുഷ്യനെ തെരുവിലിട്ട് തല്ലിച്ചതച്ച് കൊല്ലുന്നു. വെള്ളം പോലും നൽകാതെ മണിക്കൂറുകളോളം ക്രൂരമായ മർദ്ദനത്തിനാണ് രാംനാരായൺ ബഘേൽ ഇരയായത്. ചോദ്യം ചെയ്യാൻ ഇവർക്കാരധികാരം നൽകിയിരിക്കുന്നു? ഇത് പാലക്കാട്ട് രണ്ടാമത്തെ സംഭവമാണ്. ലജ്ജിക്കുകയാണ് കേരളം. ഒരു സാധാരണ മനുഷ്യന് കേരളത്തിൽ കേട്ടുകഴിവില്ലാത്ത സംഭവം. കേരളത്തിൽ പലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകേണ്ടത് രാഷ്ട്രീയപരമായോ മറ്റു കാര്യങ്ങളിലോ ഒക്കെയാണ്. അതെല്ലാം പറഞ്ഞു തീർക്കപ്പെടുന്ന, നിയമത്തെ ഒരിക്കൽ പോലും മറികടക്കാത്തൊരു സമൂഹമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലാണ് ഈ ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട കൊലപാതകവും വീണ്ടും അരങ്ങേറപ്പെട്ടിരിക്കുന്നത്. അതും പാലക്കാട്. ഇവിടെയും വർഗീയ വിഷമുണ്ട്. ചെറിയ തരത്തിലല്ല, വലിയ തരത്തിൽ. ബംഗ്ലാദേശിൽ എന്ത് കലാപമോ നടന്നിട്ടെ, അയാളുടെ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ആ മനുഷ്യനെ, ആ രാംനാരായൺ ബഘേൽ എന്ന് പറയുന്ന മനുഷ്യനെ. അദ്ദേഹത്തെ 3-4 മണിക്കൂർ തെരുവിലിട്ട് ചോദ്യം ചെയ്ത് വലിയ തരത്തിൽ അടിച്ച് മർദ്ദിച്ച് എല്ലുകൾ നുറുക്കി കൊന്നു. പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുമ്പോഴേക്കും ഡോക്ടർമാർ തന്നെ പറഞ്ഞത് ഇനി മുറിവ് പറ്റാത്ത ഒരു സ്ഥലം പോലുമില്ലെന്ന്, ഒടിയാത്ത എല്ലുകളില്ലെന്ന്. നമ്മൾ ഓർക്കുക, കഴിഞ്ഞ ദിവസം ആ കുടുംബം ആ മൃതദേഹം തിരിച്ചറിയാൻ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മുറിയിലേക്ക് എത്തപ്പെടുമ്പോഴേക്കും അവരുടെ ദുഃഖം നമ്മൾ മനസ്സിലാക്കണം. അനൂജും ആകാശും 10ഉം 8ഉം വയസ്സുള്ള 2 കുഞ്ഞുകുട്ടികൾ. അവർ ജീവിതത്തിൽ ഒന്നുമായിട്ടില്ല. അവരുടെ അച്ഛനെയാണ് നിർദാക്ഷിണ്യം ഈ തെരുവിൽ അടിച്ചു കൊന്നത്. ഇവിടെ എല്ലാവരും രാഷ്ട്രീയം വിളമ്പുന്നു, രാഷ്ട്രീയം സംസാരിക്കുന്നു, ആ കുടുംബത്തിന് വേണ്ടി ദുഃഖം രേഖപ്പെടുത്തുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ അവർക്കൊപ്പം നിന്ന ചില സംഘടനകളുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ നന്ദി പറഞ്ഞേ മതിയാവുള്ളൂ. ആ മനുഷ്യത്വമുള്ളവർക്ക്, ആ നല്ല മനുഷ്യർക്ക്. അവർ വാദിച്ചു ഇവർക്ക് വേണ്ടി. കഷ്ടം, കുടിവെള്ളം പോലും കിട്ടാത്തൊരു മനുഷ്യൻ തെരുവിൽ മരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മൃതദേഹം കാണുന്നതിന് വേണ്ടി 2 കുഞ്ഞു മക്കളുമായി ഒരു ഭാര്യ വന്ന് നോക്കുന്നൊരു കാഴ്ച കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയം കാണരുത്. ഇവിടെ വരുന്നവർ, ജോലിക്ക് വരുന്നവരെ നമ്മൾ ഇരു കൈയും നീട്ടി അവർക്കും നമ്മെപ്പോലെ തന്നെ ജീവിക്കുവാൻ, അവർക്ക് നമ്മളെപ്പോലെ തന്നെ കുടുംബം നോക്കുവാനൊക്കെ ആഗ്രഹം കൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. എത്ര പേരാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് തൊഴിൽ തേടി വരുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയം ഇങ്ങനെ അധപ്പതിക്കാൻ പാടുണ്ടോ? ഈ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ പേരിൽ 5 ആളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ 20-ലധികം പേർ വളഞ്ഞിട്ടായിരുന്നു രാംനാരായൺ ബഘേലെ മർദ്ദിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ വലിയ തരത്തിൽ കുറ്റം ചെയ്ത 5 പേരെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. പക്ഷേ ഒരാൾ ഒരു പ്രാവശ്യം അടിച്ചെങ്കിലും അയാളും ഈ കുറ്റത്തിൽ പങ്കാളിയല്ലേ? ഈ പറയുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കേസുണ്ടാവണം. മുഖ്യമന്ത്രി ഇടപെട്ടു. മന്ത്രിസഭയിലെ ഒട്ടുമിക്ക മന്ത്രിമാരും എല്ലാം അഭിപ്രായം പറഞ്ഞു. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഒറ്റ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. എന്തിനാണ് ബംഗ്ലാദേശുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഛത്തീസ്ഗഡ് സ്വദേശിയായ ഒരു പാവം മനുഷ്യനെ ഇങ്ങനെ തല്ലിക്കൊന്നത്? ഇവിടെ ആർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു ഇത്തരത്തിൽ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ? നമ്മുടെ സംസ്കാരം, നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം ഇത്രയും അധികം അധപ്പതിക്കാൻ പാടുണ്ടോ? ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇവരെ സംഘപരിവാർ ശക്തികളാണ് ഇതിന് പിന്നിൽ നിന്നൊക്കെ പറയുന്നത്. ഏത് ശക്തികളാണെങ്കിൽ തന്നെയും ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കാൻ ഇവിടെ ആർക്കും അധികാരം നൽകിയിട്ടില്ല എന്നുള്ള ബോധം, അധികാരം നൽകിയിട്ടില്ല എന്ന ബോധം ഇവർക്കുണ്ടായാൽ അത്രയും നല്ലതാണ്. മനുഷ്യത്വം അത് വേണം കാത്തു സൂക്ഷിക്കാൻ. ഇവിടെ തൊഴിൽ തേടിയെത്തുന്നവർ, മലയാളി എന്നോ തൊഴിലിടങ്ങളിൽ നിന്നും പിന്നോട്ട് പോയപ്പോഴേക്കും ആ ജോലി ഏറ്റെടുക്കാനെത്തിയവരാണ് ഈ പാവങ്ങൾ. അവരവരുടെ ജോലി ചെയ്യുന്നവർ മടങ്ങുന്നു. പക്ഷേ ഇവിടെ എന്തിനാണ് ബംഗ്ലാദേശുമായി ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്? ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപങ്ങൾ അവിടെ നടക്കട്ടെ. അതിനെന്തിനാണ് കേരളത്തിലുള്ളവർ ഇടപെടുന്നത്? ഈ ബംഗ്ലാദേശുകാരനാണെങ്കിൽ ചോദ്യം ചെയ്യാൻ ഇവരാരാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവർക്കും ഒരുപോലെ ജീവിക്കണം, ഒരേ മനസ്സോടെ ജീവിക്കണം. നമ്മൾ ഇവിടെ വർഗീയതയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒന്നും ആരെയും വേർതിരിക്കാൻ പാടില്ല എന്ന് വാദിക്കപ്പെടുന്ന ഒരു വലിയ ജനസമൂഹമുള്ള കേരളത്തിലാണ് ഒരു പാവം മനുഷ്യൻ തെരുവിൽ അടിയേറ്റ് മരിച്ചത്.
അടിയേറ്റ് വേദന കൊണ്ട് പുളഞ്ഞു മരിച്ചത് ഒരാളല്ല, 2 പേരല്ല, 10ലധികം ആളുകൾ വളഞ്ഞിട്ട് വെള്ളം പോലും കൊടുക്കാതെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഇവർക്ക് അല്ലെങ്കിൽ ഈ കൊലയാളി സംഘത്തിന് ശിക്ഷ വിധിക്കേണ്ടത് ആരോ ആയിക്കോട്ടെ, അവർ ശിക്ഷ വിധിച്ചോട്ടെ. പക്ഷേ നമ്മുടെ മനസാക്ഷി ഒരു ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെയും അർത്ഥമില്ലാതെയും നിന്ന് കേഴുകയാണ്. കാരണം ഇവിടെ തൊഴിൽ തേടി വരുന്നവന് അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ച് വരുന്ന മറ്റ് സംസ്ഥാനക്കാരന്, ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളിക്ക് അവർക്ക് സ്വതന്ത്രമായി തൊഴിൽ ചെയ്യണ്ടേ? ചെറിയൊരു ശതമാനം ആളുകൾ പ്രശ്നങ്ങളുണ്ടാകുന്നു, അവർ പ്രശ്നങ്ങളുണ്ടാക്കി പോകുന്നുണ്ട്, അവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരെയും ഇങ്ങനെ ചോദ്യം ചെയ്യുവാനും വർഗീയതയുടെ പേരിൽ അവരെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യാനും ആക്രമിക്കാനും ആർക്ക് അധികാരം നൽകിയിരിക്കുന്നു? ഈ ചോദ്യങ്ങളൊക്കെ അതിന് ഉത്തരം നൽകേണ്ടവർ ഉത്തരം നൽകിയേ മതിയാവുള്ളൂ. ഒരു ശക്തിക്കും അതിനുള്ള അധികാരമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിനുള്ള അധികാരമില്ല. ഏത് സംഘപരിവാറായാലും ഏത് വർഗീയ രാഷ്ട്രീയ പാർട്ടികളായാലും ശരി തന്നെ, മരിച്ചതൊരു നിരപരാധിയാണ്, 2 കുട്ടികളുടെ അച്ഛനാണ്, ഒരു പാവം സ്ത്രീയുടെ ഭർത്താവാണ്. ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഒരു പക്ഷേ അവർ ആശുപത്രിക്ക് മുന്നിൽ ആ ജീവൻ്റെ വിലയ്ക്ക് വേണ്ടി വിലപേശിയെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും, അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും, അവരുടെ ബുദ്ധിമുട്ടുകൾ അത്രയധികം വലുതായതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് എന്തിന് കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്നു? കിൻഫ്ര പാർക്കിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് എത്രമാത്രം പൈസ കിട്ടുമെന്നുള്ള ബോധം നമുക്കെല്ലാം ഉണ്ട്. കഷ്ടം. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. എന്തായാലും അവരെ സഹായിക്കാൻ ചില സുമനസ്സുകൾ ഒത്തുചേർന്നു, കൈകോർത്തു. അവർക്ക് നന്ദി പറയണം. അവരുണ്ടായിരുന്നു, ഒപ്പം ആശുപത്രിയിലെങ്കിലും കൊണ്ടുപോകാൻ മനസാക്ഷി കാണിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ഒരു മനുഷ്യനെ ഇങ്ങനെ മർദ്ദിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവിടെ പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്, സംശയമുള്ളവർക്ക് അവിടേക്ക് പറഞ്ഞു വിട്ടുകൂടെ? അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് ആളെ എത്തിച്ചു കൊടുക്കാമല്ലോ. ഇവിടെ ആരാണ് ഇയാൾക്കൂട്ട കൊലയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത്? നേരത്തെ മധു ആയിരുന്നു, പാവം ആദിവാസി കുടുംബത്തിൽ, ഇതും അതുപോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇങ്ങനെ ഈ വലിയ കൊടിയ മർദ്ദനത്തിനിരയായി മരിക്കപ്പെടുന്നത്. ഇവിടെ ഒരു ചോദ്യം, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഇത്തരത്തിൽ അധികാരമില്ലാതിരിക്കുമ്പോൾ ഏത് മതവർഗ ശക്തികളാണ് ഇത്തരത്തിലൊരു ക്രൂരമായ, നീചമായ, നിന്ദ്യമായ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? അവർ തീർച്ചയായും നീതിദേവതയുടെ മുന്നിലെത്തപ്പെടണം, നിയമവ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവരണം, അവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണം. ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണകളും കൊലപാതകങ്ങളും ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാകണം. നിയമങ്ങൾ നടപ്പിലാക്കാൻ ഭരിക്കുന്നവർ തയ്യാറാവുക തന്നെ വേണം.